ഹലോ എവരിവൺ, എല്ലാവർക്കും LLB കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. IPCയിൽ സെക്ഷൻ 378 തെഫ്റ്റിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ, ഏതൊരു വ്യക്തിയും മറ്റൊരു വ്യക്തിയുടെ ഒരു മൂവബിൾ പ്രോപ്പർട്ടി അത് ഡിസ്ഹോണസ്റ്റ്ലി അയാളുടെ കൺസെൻ്റ് ഇല്ലാതെ അയാളുടെ കയ്യിൽ നിന്നും കടത്തിക്കൊണ്ട് പോകുന്നതിനെയാണ് തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി BNSലും ഇതേ ഡെഫിനിഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ സെക്ഷൻ വ്യത്യാസമാണ്. BNSൽ സെക്ഷൻ 303 ഇതിനെപ്പറ്റി പറയുന്നത്. അതിപ്പോൾ ഭൂമിയിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വസ്തുവാണെങ്കിൽ പോലും അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാനായിട്ട് മുറിച്ച് മാറ്റപ്പെടുകയാണെങ്കിൽ അതും മൂവബിൾ പ്രോപ്പർട്ടിയുടെ ലിസ്റ്റിൽ തന്നെ പെടുന്നതാണ്. ഇനി നമുക്ക് തെഫ്റ്റിൻ്റെ പണിഷ്മെൻറ്റ് എന്താണെന്നുള്ളതിനെപ്പറ്റി നോക്കാം. 3 വർഷം വരെ തടവ് ശിക്ഷയോ ഫൈനോ ആണ് ഇതിന് ലഭിക്കുന്നത്. ഇനി അതല്ല, രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്നതാണ്. ഇനി BNSൽ സെക്ഷൻ 303 സബ്സെക്ഷൻ 2 പണിഷ്മെൻറ്റിനെ പറ്റി പറയുന്നത്. അതിലും ഇതേ സെയിം പണിഷ്മെൻറ്റ് തന്നെയാണ് പറയുന്നത്. പക്ഷേ പുതിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ BNSൽ പറയുന്നത് ഈ ഒരു വ്യക്തി ഒന്നും കൂടെ ഈ ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് റിഗറസ് ഇംപ്രിസൺമെൻറ്റാണ്. അത് 1 വർഷത്തിൽ കുറയാതെയും അതോടൊപ്പം തന്നെ 5 വർഷത്തിൽ കൂടാതെയും ഈ ഒരു വർഷത്തിനിടയ്ക്ക് വെച്ചുള്ളൊരു ടൈം പീരീഡാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഫൈനും ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു വ്യക്തി ആദ്യമായിട്ടാണ് ഈ ഒരു മോഷണം നടത്തുന്നതെങ്കിൽ, ഈ ഒരു തെഫ്റ്റ് നടത്തുന്നതെങ്കിൽ, ആ സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ വില 5000 രൂപയിൽ താഴെയാണ് എങ്കിൽ, അതോടൊപ്പം തന്നെ ഇയാൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കുറ്റം ചെയ്യുന്നതെങ്കിൽ അയാളെ കമ്മ്യൂണിറ്റി സർവീസസിലേക്ക് വേണ്ടി വിടുന്നു എന്നാണ് ഇത് പറയുന്നത്. കമ്മ്യൂണിറ്റി സർവീസസ് എന്ന് പറഞ്ഞാൽ BNSൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു പണിഷ്മെൻറ്റ് രീതിയാണ്. കുറച്ച് കൂടിയ രീതിക്കുള്ള തെഫ്റ്റിനെ പറ്റി നോക്കാം. അതായത് ഒരു അഗ്രവേറ്റഡ് ഫോമാണ് തെഫ്റ്റിൻ്റെ തന്നെ കുറച്ചും കൂടെ ഭീകരമായിട്ടുള്ള രൂപങ്ങൾ. അതായത് സെക്ഷൻ 380 ഓഫ് IPCയിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, തെഫ്റ്റ് ഇൻ ഡ്വെല്ലിംഗ് ഹൗസസ്, അതായത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് തെഫ്റ്റ് നടത്തി കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ എന്നൊക്കെ ഉള്ളതാണ്. താമസിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഒന്നിലൊരു ബിൽഡിങ്ങോ ഒരു ടെൻറ്റോ അല്ലെങ്കിൽ ഒരു വെസൽ എന്നൊക്കെ പറയും. ഈ സ്ഥലങ്ങളിലൊക്കെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ കൈവശമുള്ള പ്രോപ്പർട്ടിയിലോ ഒക്കെയാണ് ഈ ഒരു തെഫ്റ്റ് നടത്തുന്നതെങ്കിൽ അതിന് കുറച്ചും കൂടെ വലിയ ശിക്ഷയാണ്. അതായത് 7 വർഷം വരെ നീണ്ടുപോകാവുന്ന ശിക്ഷയാണ്. അതോടൊപ്പം തന്നെ ഫൈനും ലഭിക്കാവുന്നതാണ്. BNSൽ സെക്ഷൻ 305 ഇതിനെപ്പറ്റി പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 381 ഓഫ് IPC. അതിൽ പറയുന്നത് തെഫ്റ്റ് ബൈ ക്ലർക്ക് ഓർ സെർവൻ്റ് ഓഫ് പ്രോപ്പർട്ടി ഇൻ പൊസഷൻ ഓഫ് മാസ്റ്റർ. അതായത് ഒരു സെർവൻ്റോ ക്ലർക്കോ ആണ് അയാളുടെ യജമാനൻ്റെ കൈവശമുള്ള പൊസഷനിൽ തെഫ്റ്റ് നടത്തുന്നതെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അതും കുറച്ചും കൂടെ കൂടിയ ഒരു കുറ്റമാണ്. അതിലും ഇംപ്രിസൺമെൻറ്റ് 7 വർഷം വരെ കിട്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫൈനും ലഭിക്കാവുന്നതാണ്. BNSൽ സെക്ഷൻ 306 ക്ലർക്ക് ഓർ സെർവൻ്റ് ഒക്കെ കമ്മിറ്റ് ചെയ്യുന്ന ഈ ഒരു തെഫ്റ്റിനെ പറ്റി പറയുന്നത്. ഇനി അടുത്തത് IPCയിലെ സെക്ഷൻ 382. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പറേഷൻ മെയ്ഡ് ഫോർ കോസിങ് ഡെത്ത്, ഹർട്ട് ഓർ റിസ്ട്രെയിൻഡ് ഇൻ ഓർഡർ ടു കമ്മിറ്റിംഗ് ഓഫ് ദ തെഫ്റ്റ്. അതായത് ഇപ്പോൾ ഒരു ആളിനെ കൊല്ലണമെന്നോ അയാളെ ഹർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അയാളെ അന്യായമായി തടഞ്ഞു വെക്കണമെന്നോ ഒക്കെയുള്ള പ്രിപ്പറേഷന് ശേഷം തെഫ്റ്റ് കമ്മിറ്റ് ചെയ്യുന്നത്, അതിന് ശരിക്കും പറഞ്ഞാൽ 10 വർഷം വരെ റിഗറസ് ഇംപ്രിസൺമെൻറ്റും അതോടൊപ്പം തന്നെ ഫൈനും ലഭിക്കാവുന്നതാണ്. BNSൽ സെക്ഷൻ 307 ഈ ഒരു കുറ്റത്തെപ്പറ്റി പറയുന്നത്. ഇതൊരു എക്സാം ഓറിയൻറ്റഡ് എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു രീതിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞത്. അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ ഒരുപാട് പുതിയ ടോപ്പിക്സ് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.